ഞാനിവിടെ നിൽക്കുമ്പോൾ നല്ല ധൈര്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മകൻ ചൈനയിൽ 3 ജോർജസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBBS പഠനം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നൗ ഹി ഈസ് ഡൂയിങ് ഹിസ് ഹൗസ് സർജൻസി in 3 ജോർജസ് യൂണിവേഴ്സിറ്റി ഫ്രം ഇച്ചാങ്, ചൈന. അതുകൂടാതെ എൻ്റെ അനുജത്തിൻ്റെ മകൾ ഉസ്ബെക്കിസ്ഥാനിൽ now he is doing his MBBS, the first year she is going on. അപ്പോൾ അതുകൊണ്ട് വിദേശത്ത് പോയി പഠിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളും അല്ലാതെയുമുള്ള കോഴ്സുകളുണ്ടല്ലോ, കുട്ടികൾക്ക് ഇപ്പോൾ വലിയ ഇഷ്ടമാണ് പുറത്തു പോയി പഠിക്കുക. എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിൽ +2 എങ്കിലും കഴിഞ്ഞിട്ട് +2 വരെയെങ്കിലും ഇവിടെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരിയെ പരിചയപ്പെട്ടു. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞുള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ജർമ്മൻ പഠിക്കാൻ പോകണമെന്ന്. അപ്പോൾ എനിക്ക് അതിശയം തോന്നി. അതുപോലെ തന്നെ +2 കഴിഞ്ഞിട്ടും ജർമ്മൻ പഠിക്കാൻ പോകുന്നു. ഡിഗ്രിയോ വേറെ ഒന്നും അവർക്ക് ഇവിടെ ആവശ്യമില്ല, പുറത്തേക്ക് പോവാണ്. 2-3 കാര്യങ്ങൾ അതിലെനിക്ക് തോന്നുകയാണ്. ഒന്ന്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഒരു തള്ളിക്കയറ്റമാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പണ്ടൊക്കെ അങ്ങനെ പുറത്തേക്ക് പോവുക അല്ലെങ്കിൽ കേരളം വിട്ടു പോവുക എന്നൊക്കെ പറയുമ്പോൾ രക്ഷിതാക്കൾക്ക് വലിയ ആശങ്കയായിരുന്നു. ഇന്നിപ്പോൾ അതല്ല, കേരളമല്ല, അവർ അബ്രോഡാണ് നോക്കുന്നത്. അവർ ഗേൾ ചിൽഡ്രൻ, ദേ വാണ്ട് ടു ഗോ അബ്രോഡ്, സീക്കിംഗ് ദെയർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ദെയർ ബെറ്റർ ലൈഫ്. നമ്മൾ കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ വലിയ ആളുകളാണ്. തീർച്ചയായിട്ടും വലിയ മാറ്റവും വിദ്യാഭ്യാസവും കാഴ്ചപ്പാടും ഒക്കെ ഉള്ളവരാണ്. പക്ഷേ ഇതിനകത്തൊരു ഈ സൊസൈറ്റിക്കകത്ത് കുറെ സോഷ്യൽ വാല്യൂസ് ഉണ്ട്, പാട്രിയാർക്കൽ സോഷ്യൽ വാല്യൂസ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെൺകുട്ടികളടക്കം മക്കളടക്കം ആൺകുട്ടികളും ഇവിടെ നിന്ന് പോയിട്ട്, ഈ സമൂഹത്തിൽ നിന്ന് പോയിട്ട് ഒരു തുറന്ന സൊസൈറ്റിയാണ് നമുക്ക് ആവശ്യം. അവിടെ പോയി സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ കുറെ കുട്ടികൾ അങ്ങനെ പ്രിഫർ ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഇവർ പഠിക്കാൻ ഇപ്പൊ ഇവിടെ തന്നെ പഠിച്ചാൽ നമുക്ക് കുട്ടികളെ കാണാം, അല്ലെങ്കിൽ നമ്മളുടെ പരിസരത്തുണ്ട്. പക്ഷെ പുറത്തു പോയാലുള്ള ഗുണം എന്താ? അവര് സെൽഫ് സഫിഷ്യന്റ് ആകാണ് ഇൻ ഓൾ ആസ്പെക്ട്സ്. മറ്റുള്ളവരോട് ഇടപെടാൻ, ഭാഷ, മറ്റൊരു രാജ്യമായിട്ടുള്ള കൾച്ചർ, ഡിഫറെന്റ് കൾച്ചർ ദേ ഹാവ് ഗോട്ട്. അപ്പോൾ അത് വലിയൊരു മാറ്റമാണ്. അവരുടെ വ്യക്തിത്വത്തിന്റെ ഒരു വികാസം അവിടെ സംഭവിക്കുകയാണ്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം, the main aim, the last goal of our school education is to be the global citizen, universal citizenship, to make a child like a universal citizen in all aspects, his thoughts and his values in every aspect. അപ്പോൾ ഈ ഒരു ലോക പൗരയായി കുട്ടിയെ മാറ്റണം എന്നാണ് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നതെങ്കിലും നമുക്ക് അവിടേക്ക് എത്താൻ കഴിയുന്നില്ല. ഇതിനകത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഈ സൊസൈറ്റിക്കകത്ത് നിന്നുകൊണ്ട് എത്താൻ കഴിയില്ല. പക്ഷെ അത് എത്താൻ കഴിയുന്ന ഒരു സാധ്യതയാണ് ഇത്തരത്തിലുള്ള എഡ്യു എക്സ്പോയിലൂടെ കുട്ടികൾക്ക് കൊടുക്കുന്ന സാധ്യതകൾ. എന്റെ അനുജത്തിന്റെ മകൾ പോകുന്ന സമയത്ത് ഞാൻ പോയിരുന്നു, എയർപോർട്ടിൽ പോയിരുന്നു. അപ്പൊ മകൻ പോയപ്പോഴും സ്വാഭാവികമായിട്ട് പോകുമല്ലോ. പക്ഷെ അവൻ പോയ ആ ഏജൻസി, ആ എഡ്യൂക്കേഷണൽ ഏജൻസി കൈകാര്യം ചെയ്തതിൽ നിന്ന് കുറെ കൂടി വ്യത്യസ്തമായി, ഒരു 5 കൊല്ലം കഴിഞ്ഞു, വ്യത്യസ്തമായി ഇവരെ എന്താ പറയാ, ഹാർട്ടി വെൽക്കം ആയിരുന്നു എയർപോർട്ടിൽ. നമ്മുടെ എഡ്യൂക്ലിക്കിന്റെ മാനേജ്മെന്റ് ആൻഡ് ടീം വളരെ ഊർജ്ജസ്വലമായി എല്ലാം കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഓരോ ഗ്രൂപ്പിനെയും നിർത്തുന്നു, അവർക്ക് പ്രത്യേക പ്രസന്റ് ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ കുട്ടികളെയും രക്ഷിതാക്കളെയും വളരെ രീതിയിൽ ഇൻസ്പയർ ചെയ്യിച്ചുകൊണ്ടാണ് ആ എയർപോർട്ടിൽ ആ കുട്ടികളെന്ന് യാത്ര തിരിച്ചത്. അപ്പോൾ എല്ലാ തരത്തിലും നിങ്ങൾക്ക് സപ്പോർട്ട് ആകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് പറയാൻ ഉള്ളത്. ഞാനിവിടെ ഈ സംസാരിച്ചതൊന്നും ആർക്കും വേണ്ടിയല്ല കേട്ടോ. ചിലപ്പോൾ അങ്ങനെയും ധരിക്കാം. ഇപ്പൊ ഈ എക്സ്പോയിൽ വരുന്നവര് ടീച്ചർ ഇവിടെ സംസാരിച്ച് ചിലപ്പോൾ അവർ പറഞ്ഞിട്ടായിരിക്കും, നെവർ എന്നോട് അവർ സംസാരിക്കണമേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഫ്രാങ്കായി ഞാൻ നിങ്ങളോട് മുന്നിൽ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക, അറിയാവുന്നത്രയും മനസ്സിലാക്കി പോവുക, എന്നിട്ട് നല്ലൊരു തീരുമാനവുമായി പോവുക. കുട്ടികളുടെ മനസ്സിലുള്ളത് എന്താണോ, അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ, ആ ഇഷ്ടത്തിനനുസരിച്ച് രക്ഷിതാക്കൾ നിന്നു കൊടുക്കുകയാണ് വേണ്ടത്. നേരെ തിരിച്ചാണ് പലരും ചെയ്യുന്നത്. രക്ഷിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടിയുടെ
രൂപത്തെയും ഭാവത്തെയും മാറ്റുന്ന ഒരു അന്തരീക്ഷം ഇതുണ്ട്. അതുണ്ടാവാതെ നല്ല രീതിയിൽ പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.